11:30 നിർത്താറായി തുടങ്ങി. വേഗം. ഇനി ആരാളുള്ളത്? ഹലോ. പെട്ടെന്ന് ഒരു മിനിറ്റ്. ചോദിക്ക്. ആരാണ്? കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. ആരാ? നേരത്തെ ചോദ്യം ചോദിച്ച ആളാണ്. അതിനിടയിൽ വേറെ ആൾക്കാർ കൊടുത്തായിരുന്നു. ഓക്കെ ചോദിച്ചോളി. ഒരു മിനിറ്റ്, ഞാൻ ചാർജ് ചെയ്തിരുന്നു ഫോൺ. ഒരു സെക്കൻഡൊക്കെ നിൽക്കാം. ഒരു മിനിറ്റ് ആകുമ്പോൾ അത്രയും സമയം വൈകുകയാണ്. അല്ല. അപ്പൊ പിന്നെ ഒരുപാട് സമയമായി. എനിക്ക് ഒരുപാട് ചോദിക്കാണ്ടായിരുന്നു. പക്ഷെ സമയം എത്ര ആയതുകൊണ്ട് നിങ്ങൾ ഒരു ചാൻസും കൂടി നാളെ ഞാൻ ഒരു പരിപാടിയോട് വെച്ചാൽ വലിയ ഉപകാരമായിരുന്നു. സന്തോഷം. പറ്റുകയാണെങ്കിൽ. അപ്പൊ ഞാന് ഇവിടെ എനിക്കിപ്പോ ചോദിക്കാനുള്ളത്, പിന്നെ മുഹീദ്ദീൻ ഷേഖിന്റെ മനാഖിബ് പല ഗ്രന്ഥങ്ങളിൽ വന്നിട്ടുണ്ട്. അപ്പൊ ഈ പിന്നെ മുഹീദ്ദീൻ ഷേഖിന്റെ ഒരു മുരീദ് മരിച്ചു. മരിച്ചിട്ട് അദ്ദേഹത്തിന്റെ ഭാര്യ വന്ന് പറഞ്ഞു, പിന്നെ എന്റെ ഭർത്താവ് മരിച്ചു പോയിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോ മുഹീദ്ദീൻ ഷേഖ് അസ്രായിലിന്റെ അടുത്ത് പോവുകയും എന്നിട്ട് അസ്രായില് പിന്നെ മലക്കിനോട് ചോദിക്കുകയും റൂഹ് ചോദിക്കുകയും കൊടുക്കാത്ത സമയത്ത് ഒരു സെക്കൻഡ് ഇടയ്ക്ക് ഇടപെടുകയാണ് ഞാൻ പറഞ്ഞത്. നിങ്ങളാ ചോദിക്കാൻ പോകുന്ന സംഭവം എനിക്കറിയാം, അതുകൊണ്ടാണ് ഞാൻ ഇടപെടുന്നത്. നമ്മൾ ഇന്നത്തെ വിഷയം ഞാൻ പറഞ്ഞു കഴിയട്ടെ. ഇന്നത്തെ വിഷയം ഖാളി മുഹമ്മദ് രചിച്ച മുഹയ്യദ്ദീൻ മാലയാണെന്ന് പറഞ്ഞിരുന്നു. നേരത്തെ വിഷയാവതരണം മുതൽ, സ്വാഗതം മുതൽ പറഞ്ഞിരുന്നു. ആ മുഹയ്യദ്ദീൻ മാലയിൽ ഉള്ള വിഷയമാണെങ്കിലേ ഇവിടെ ചോദിക്കേണ്ടതുള്ളൂ. അല്ലാത്ത ഒരുപാട് കഥകളും സംഭവങ്ങളും മുഹയ്യദ്ദീൻ ഷെയ്ഖിനെ കുറിച്ച് പ്രചാരത്തിലുണ്ട്. അതിനെപ്പറ്റി ഇവിടെ അല്ല നമ്മുടെ ചർച്ച. മുഖാമുഖം നടത്തുന്നത് ഖാളി മുഹമ്മദ് രചിച്ച മുഹയ്യദ്ദീൻ മാലയെക്കുറിച്ചാണ്. അതിൽ ഈ സംഭവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊന്ന് നിങ്ങൾ ആ വരി ഒന്ന് പറഞ്ഞാൽ പെട്ടെന്ന് മറുപടി പറയാൻ എളുപ്പമാവും. വേഗം പറയണം, സമയം കഴിയരുത്. അതിന്റെ ചോദ്യം ഇത് പറഞ്ഞാൽ എനിക്ക് ചോദ്യം അല്ലല്ല, അത് ഞാൻ നിങ്ങളെ ചോദ്യം എനിക്ക് മനസ്സിലായത് കൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. നിങ്ങൾ പറയുന്ന ആ സംഭവം ഖാളി മുഹമ്മദ് രചിച്ച മുഹയ്യദ്ദീൻ മാലയിലെ ഏത് വരിയാണ്? ആ വരി ഇങ്ങോട്ട് പറഞ്ഞാൽ ഞാൻ പറഞ്ഞാലല്ലേ ഞാൻ എന്താ പറയാൻ പോകുന്നത്. ചോദിക്കണതും ചോദിക്കാൻ പോണതും അതിന്റെ അപ്പുറമുള്ളതും എനിക്ക് അറിഞ്ഞുകൊണ്ടാണ് ഞാൻ പറയണത്. ആ ഏത് വരിയാണെന്ന് മാത്രം പറഞ്ഞാൽ സംഭവം പെട്ടെന്ന് തീരും. സമയമില്ലാത്തതുകൊണ്ടാണ്. അല്ലെങ്കിൽ നമുക്ക് നല്ല രസമായിരുന്നു സമയം എങ്ങനെ പറഞ്ഞു പോണത്. 11:30 മണിയായി, അതുകൊണ്ടാണ്. എന്റെ ചോദ്യം കേട്ടാലല്ലേ ഞാൻ പറഞ്ഞത് എന്താ മനസ്സിലാവും. നിങ്ങൾ പറയണതും അതിന്റെ അപ്പുറമുള്ളതും എനിക്കറിയാം. ഒരു മിനിറ്റ് കാത്തുന്നൂടെ? ഒരു മിനിറ്റ്. അപ്പൊ പിന്നെ അസ്രായേലിനോട് അവസാനം കൊട്ട തട്ടി അപ്പൊ റൂഹ് പോയി. അതല്ലേ ആ റൂഹ് പോയി, കൊട്ട തട്ടി റൂഹ് പോയി. ഇനി പറയ്. ഇത് പുതിയ മുഹയ്യദ്ദീൻ മാല എന്ന് പറയുന്ന മുഹയ്യദ്ദീൻ മാലയിലുള്ളതാണ്. ഖാളി മുഹമ്മദ് രചിച്ച മുഹയ്യദ്ദീൻ മാലയിൽ ഉള്ളതല്ല. ഞാൻ പറയട്ടെ, ഖാളി മുഹമ്മദ് രചിച്ച മുഹയ്യദ്ദീൻ മാലയിൽ ഉള്ളതല്ല. ഞാൻ പറഞ്ഞിട്ടില്ല ഖാളി മുഹമ്മദ് ഇതിലുണ്ട്. ഞാൻ പറഞ്ഞു ഇവിടുത്തെ മുഖാമുഖത്തിൽ ഖാളി മുഹമ്മദ് രചിച്ച മുഖാമുഖത്തെ കുറിച്ചാണ് നമ്മുടെ ചർച്ച. അതിനാണ് ഞാൻ ആമുഖം പറയുന്നത്. എന്റെ ചോദ്യം തീർന്നിട്ടില്ല. എന്ത് ചോദ്യമായാലും അതൊക്കെ അതിന്റെ പുറത്തു പോയി. ഓക്കെ, ഇങ്ങനെയുള്ള ഒരു സംഭവം ഇത് നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ? അംഗീകരിക്കുന്നില്ല. കഴിഞ്ഞു. കാരണം അത് ഞങ്ങൾ അംഗീകരിക്കാത്തതുകൊണ്ട് തന്നെ. എന്താ അതിൽ പറയാനുള്ളത്? എന്തുകൊണ്ട് അംഗീകരിക്കുന്നില്ല? നല്ല ചോദ്യമാണ്. എന്തുകൊണ്ട് അംഗീകരിക്കുന്നില്ല? ഞാൻ എന്റെ പ്രസംഗത്തിന്റെ ആമുഖത്തിൽ പറഞ്ഞിട്ടുണ്ട്, അധ്യക്ഷ പ്രസംഗത്തിൽ. മുഹയ്യദ്ദീൻ ഷേഖിന്റെ പേരിൽ പലതും രചിച്ചിട്ടുണ്ട്. അതെല്ലാം കൂടി സുന്നികൾ അംഗീകരിച്ചു കൊള്ളണം എന്നില്ല എന്ന് ഞാൻ നേരത്തെ വ്യക്തമാക്കിയതാണ്. അതുകൊണ്ട് അത് ഞങ്ങൾക്ക് അംഗീകരിച്ചു കൊള്ളണം എന്നില്ല. മുഹയ്യദ്ദീൻ ഷേഖാണ് എന്ന് കരുതിയിട്ട് ഷേഖിന്റെ പേരിൽ ആരൊക്കെയോ എഴുതിണ്ടാക്കിയത് എല്ലാം കൂടി ഞങ്ങളെ തലയിൽ വെച്ച് കെട്ടണം എന്ന് പറഞ്ഞാൽ അത് നടക്കുന്ന കാര്യവും അല്ല. ഇത് പിന്നെ നമ്മുടെ ഈ മുഖാമുഖം ഖാളി മുഹമ്മദ്, ഞാൻ പറയട്ടെ, ഖാളി മുഹമ്മദ് രചിച്ച മുഹയ്യദ്ദീൻ മാലയെ കുറിച്ചാണ്. അതുകൊണ്ട് കൂടുതൽ സമയങ്ങൾ അതുമായി ഞാൻ പറയട്ടെ, ഞാനിത് പറഞ്ഞ് ഈ വിഷയം തീർക്കുകയാണ്. കാരണം ഖാളി മുഹമ്മദ് രചിച്ച മുഖാമുഖവും ഞാൻ പറഞ്ഞു കഴിയുങ്ങൾ അതിന്റെ അടിയിൽ ഇടപെടലേ. ഖാളി മുഹമ്മദ് രചിച്ച മുഖാമുഖത്തെ കുറിച്ചാണ്, ഖാളി മുഹമ്മദ് രചിച്ച മുഹയ്യദ്ദീൻ മാലയെ കുറിച്ചാണ് ഈ മുഖാമുഖം. അതുകൊണ്ട് തന്നെ അത് നിങ്ങൾ ചോദ്യത്തിന്റെ, നമ്മുടെ മുഖാമുഖത്തിന്റെ വിഷയത്തിന്റെ പുറത്താണ്.
ഖാളി മുഹമ്മദ് രചിച്ച മുഹയ്യദ്ദീൻ മാലയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ വേഗം ചോദിച്ചാൽ നിങ്ങൾ സമയമില്ല. അതിന് ഞങ്ങൾക്ക് 5 മിനിറ്റ് കൂടി അനുവദിക്കാം. 11:30 മണിയായി. പിന്നല്ലേ വിഷയത്തിന്റെ പുറത്തുള്ളത്? അതിന് നമ്മൾ വേറെ മുഖാമുഖം നടത്തും. അത് ഇൻഷാ അല്ലാഹ് ഞങ്ങൾ മാല മൗലിദുകൾ വേറെ മുഖാമുഖം നടത്തുന്നുണ്ട്. അതിന് നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ് ഇൻഷാ അല്ലാഹ്. ഇപ്പൊ ഖാളി മുഹമ്മദ് രചിച്ച മുഹയ്യദ്ദീൻ മുഹയ്യദ്ദീൻ മാലയെ കുറിച്ചാണ്. സമയം കളയരുത് പ്ലീസ്. അടുത്ത ചോദ്യം നിങ്ങളാൽ അംഗീകരിക്കുന്ന ആ മുഹയ്യദ്ദീൻ മാല ഞങ്ങൾ അംഗീകരിക്കുന്നില്ല. അതുകൊണ്ട് അതിനെപ്പറ്റി ചോദ്യവും ഇല്ല, അതിന് മറുപടിയും ഇല്ല. അതിനെ കുറിച്ച് നിങ്ങൾക്ക് വേണം സംസാരിക്കാം. ഇപ്പൊ ഖാളി മുഹമ്മദ് രചിച്ച മുഹയ്യദ്ദീൻ മാലയെ കുറിച്ചാണ്. അല്ലാത്തതിനെ കുറിച്ച് സംശയങ്ങൾ ചോദിച്ചിട്ട് കാര്യമില്ല, സമയം കളയാണ്. നമുക്ക് 11:30 മണിയായി. 11:30 മണിയായി. നിങ്ങൾ സമയം കളയരുത്. അടുത്ത ചോദ്യം ഉണ്ടെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ നമുക്ക് അടുത്ത വിഷയത്തിലേക്ക് കടക്കാം. ഓക്കെ, സമയം സമാപിക്കായി. ഈ വിഷയം